ഒരു മനുഷ്യൻ സ്കിൽഡ് ആയതിനു ശേഷം മാത്രമേ കോഴ്സ് ചെയ്യാവൂ. നമ്മുടെ നാട്ടിലാണ് 20 വയസ്സിൽ ഡിഗ്രി തീർക്കണമെന്ന് വാശിയുള്ളത്. നമ്മുടെ നാട്ടിലാണ് 22 വയസ്സിൽ PG തീർക്കണമെന്ന് വാശിയുള്ളത്. സത്യത്തിൽ നമ്മൾ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ടെക്സസിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും യാല യൂണിവേഴ്സിറ്റിയിലും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോകുമ്പോൾ 45 വയസ്സുകാരനായ ഡിഗ്രിക്കാരനെ നമ്മൾ കാണും, 50 വയസ്സുള്ള PGക്കാരനെ നമ്മൾ കാണും. കാരണം എക്സ്പീരിയൻസിന് ശേഷമാണ് അവരൊക്കെ സീരിയസ് കോഴ്സുകൾ ചെയ്യാറുള്ളത്. കാരണം ഈ ലോകത്തിൽ അറിവുള്ളവനേക്കാൾ വിലയുള്ളത് കഴിവുള്ളവന്. ആളുകൾ കൂടുന്നിടത്ത് എന്റെ മകൻ ഡോക്ടറാണെന്ന് പറയാൻ നമുക്ക് മോഹമാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിടത്തോളം നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പോകുന്നതാണ്. ലോക കരിയറിൽ 36ാം സ്ഥാനത്താണ് ഡോക്ടർ നിൽക്കുന്നത്. ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അതിനേക്കാൾ മുകളിലാണ് എത്രയോ പ്രതലങ്ങൾ ഉള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടേഴ്സ്. ഒരിക്കലും ആ ധാരണ നമുക്കുണ്ടാകരുത്. കാരണം ഡോക്ടേഴ്സ് നല്ലതാണ്, സേവനം ചെയ്യുന്നു, ഉഷാറായിട്ട് നടക്കുന്നു, ഒക്കെ ശരി. പക്ഷെ ലോകത്തിൽ അതൊരു എന്താണെന്ന് നമ്മൾ വിചാരിക്കരുത്. Aim the sky, you can reach on the top of the tree. If you aim the tree, you can lay on the earth. ആകാശ ലക്ഷ്യമാക്കിയാലേ മരത്തിന്റെ മുകളിൽ എത്താൻ പറ്റും. അപ്പൊ മരത്തിന്റെ മുകൾ ലക്ഷ്യമാക്കിയാൽ താഴത്ത് തന്നെ കിടക്കേണ്ടി വരും. ഉന്നതമായ കലാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ കുടുംബമുണ്ട്. ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം, പട്ടാൻസ് കുടുംബം, ഖാൻ കുടുംബം, റെഡ്ഡി കുടുംബം, പണ്ഡിറ്റ് കുടുംബം, ഇങ്ങനെ കുറെ ഫാമിലീസ് ഉണ്ട്. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പ്രതാപികളായ കുടുംബക്കാർ. ആ കുടുംബത്തിലെ മക്കളൊക്കെ ചെറുപ്പം മുതലേ ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രമാദമായ ക്യാമ്പസുകളിൽ എത്താനാണ്. ഒരിക്കലും ഡോക്ടറാവാൻ എല്ലാവരും മോഹിക്കുന്നത്. ഈവൻ സിവിൽ സർവീസുകാരനാകാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി സിവിൽ സർവീസാണ് വലുത് എന്ന് വിചാരിച്ച് നടക്കുന്നുവെങ്കിൽ. കാരണം സ്വപ്നം എന്ന് പറയുന്ന ഒന്ന് റിയാലിറ്റി ആയിരിക്കണം. പക്ഷെ ചിലതിനൊക്കെ തള്ളിയാൽ മാത്രമേ ചിലത് നേടാനാകൂ. തീയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എടുത്തെറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മാറ്റി നിർത്തിയ ഒരു ശക്തിയുണ്ട്. തന്റെ ഉള്ളിലെ അങ്ങേയറ്റത്തെ തൗഹീദിന്റെ ശക്തി. ഏ ജിബ്രീൽ, നിങ്ങളും മാറി നിൽക്കിൻ, എന്റെ അള്ളാഹു മാത്രം മതി എനിക്ക്. ആ ഒരവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലായി മാറുന്നത്. ഇതേപോലെ ചിലതിനെയൊക്കെ മാറ്റി നിർത്തുമ്പോഴാണ് ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് കയറാൻ പറ്റുക. ആ ഒരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണാവൂ. ഇനി അവിടെ എത്തിയ കുട്ടികളുടെ അവസ്ഥയോ? അവിടെ എത്തിയ കുട്ടികൾക്ക് വേറെ കുറെ സ്വപ്നങ്ങളുമാണ്. ഗ്രാമങ്ങളെ ദത്തെടുക്കൽ. ഞാനൊരു 4-5 മാസം മുമ്പ് കാംബ്രിഡ്ജിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോട് അവിടെ അംബീഷൻ ചോദിച്ചു. എനിക്കൊരു മോഹമാണ്. കാരണം അവിടെയാണ് സർ ഐസക് ന്യൂട്ടൺ പഠിച്ചത്. സർ ഐസക് ന്യൂട്ടനെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. പക്ഷെ ഐസക് ന്യൂട്ടൺ പഠിച്ചത് അവിടുത്തെ ട്രിനിറ്റി കോളേജിലാണ്. 20ലേറെ ക്യാമ്പസുകളാണ് കാംബ്രിഡ്ജിലുള്ളത്. അതിലേറ്റവും പ്രമാദമായ ക്യാമ്പസാണ് ട്രിനിറ്റി. അവിടെയാണ് സർ ഐസക് ന്യൂട്ടൺ പഠിച്ചത്. ഐസക് ന്യൂട്ടന്റെ ഫോട്ടോയാണ് അവിടുത്തെ ലൈബ്രറിയിലെ ആദ്യത്തെ ഫോട്ടോ. അപ്പൊ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? പല കുട്ടികൾക്കും ആഗ്രഹം സോഷ്യൽ റിഫോമേഴ്സ് ആവലാണ്, സോഷ്യൽ ലീഡർ ആവലാണ്, അല്ലാതെ ഡോക്ടർ ആകലല്ല, എഞ്ചിനീയർ ആകലല്ല. സമൂഹത്തിന് ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലീഡറാകാനാണ്. അതിൽ ഒട്ടുമിക്ക ഞാൻ ചോദിച്ച പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കാരണം നമ്മുടെ കുട്ടികളെ ചുരുക്കി ഒരു ഡോക്ടറാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി അത്യാവശ്യം സമ്പത്തുണ്ടാക്കുന്ന ഒരു യന്ത്രമാക്കി നമ്മൾ മാറ്റുകയാണ്. പകരം ഈ സമൂഹത്തിലേക്ക് അവർ ഇറക്കി വിടാൻ നമുക്ക് പലർക്കും മടിയാണ്. ഈ സമൂഹം അവർ കാത്തിരിക്കും.